ഹലോ ഗായ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് ബീച്ചിലോട്ടാണ്. ബീച്ചിലോട്ട് പോകുന്ന വഴി നല്ല കാഴ്ചകൾ, ബീച്ചിലെത്തിയിട്ടും അവിടെ നിന്ന് മുമ്പും ഒരുപാട് നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ഏഷ്യാനെറ്റിലൊരു പാട്ടാണ്. ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ശ്യാമസുന്ദര കേരക്കെടാര ഭൂമി. ശരിക്കും പറഞ്ഞാൽ അതുപോലെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ എൻ്റെ വീഡിയോയുടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ എന്താ പറയുക, മനസ്സിന് വല്ലാണ്ട് സമാധാനം കിട്ടുന്നുണ്ട്. വെറുതെ അല്ല ഗൈസ്, നമ്മുടെ കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്നത്. ഇതല്ലേ സ്വർഗം. എന്തൊരു മനോഹരമാണിവിടം. പറയാൻ വാക്കുകളില്ല കേട്ടോ. എനിക്കിവിടെ എന്താ പറയാനറിയില്ല. ഇത് നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീലിംഗ് നിങ്ങൾ ഇവിടെ വന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ശരിക്കും അടിപൊളിയായിരുന്നു. അങ്ങനെ ബീച്ചെത്തി. ഇവിടെ ഞാൻ വരുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ കാണുന്നൊരു കുഞ്ഞു വീടില്ലേ, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്വപ്നത്തിലെ നമ്മുടെ ഡ്രീം ഹൗസ് എന്നൊക്കെ പറയില്ല, എനിക്ക് അതുപോലത്തെ ഒരു വീട് വേണമെന്നായിരുന്നു ആഗ്രഹം. ഇതുപോലൊരു ബീച്ചിൻ്റെ സൈഡിൽ ഇതുപോലൊരു കുഞ്ഞു വീടൊക്കെ ആയിട്ട് രാവിലെ എണീറ്റൊരു ചായയൊക്കെ ഇട്ട് പുറത്തിരുന്ന് കുടിക്കാനൊക്കെ എന്ത് രസമായിരിക്കും അല്ലേ, അടിപൊളിയായിരിക്കും. എന്നതല്ല, എനിക്ക് വളരെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു ആ കുഞ്ഞു വീട്. അങ്ങനെ ഞങ്ങൾ പയ്യെ ബീച്ചിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ എന്നാന്നറിയില്ല, എനിക്ക് വെയിലത്തിറങ്ങണ തീരെ ഇഷ്ടമല്ല. കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഫേസിൽ പീലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ വെയിൽ കൊണ്ട് തന്നെ നല്ല പോലെ കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ചു ഇനി ബീച്ചിലും കൂടെ പോയിട്ട് ആ കരിവാളിപ്പ് കൂട്ടണ്ടാന്ന്. പിന്നെ എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ പിന്നെ എന്താ ചെയ്യുക, പിന്നെ അങ്ങോട്ട് ഇറങ്ങി. I hear the beat, it's in my chest, got me feeling some kind of way. I confess the rhythm takes over, no room to rest. My heart's dancing, it's a love conquest. Oh, the melody, it's smooth and sweet, like honey dripping from a golden bee. It's the soundtrack to my soul's heat, making me move from my head to my feet. My heartbeat, yeah, it's pumping so loud. It's the rhythm of love, baby, that I found when the music plays. I just can't help but sway. Nothing else matters. It's my heart that obeys. Lost in the sound, my worries fade. Every note, every chord, a serenade with each beat of the drum. My spirit's unchained in the symphony of love. I am unafraid, yeah, it's pumping so loud. It's the rhythm of love, baby, that I found when the music plays. I just can't help but sway. Nothing else matters. അങ്ങനെ ബീച്ചിൽ അടിച്ചു പൊളിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളൊരു കുഞ്ഞു കട കാണുന്നത്. അങ്ങനെ എൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും കൂടിയിട്ട് ആ കടയിലോട്ട് പോയി. ഞാൻ അവിടെ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. അവർ എന്നെ വിളിച്ചു, അങ്ങോട്ടേക്ക് വാന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നിട്ട് നമ്മൾ അവിൽ മിൽക്കൊക്കെ ഓർഡർ ചെയ്തു. ആ സമയത്ത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. ഞാൻ 10th പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഫ്രണ്ട്സാണ്. അത് കഴിഞ്ഞ് ഞാൻ വേറെ ഒരുപാട് കോളേജിലും വേറെ സ്ഥലത്തൊക്കെ പഠിച്ചുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിലായില്ല. അങ്ങനെ അവൾ വന്നിട്ട് എന്നോട് ചോദിച്ചു, സുലു അല്ലേ, എന്നെ ഓർമ്മയുണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ചു. ആദ്യം എനിക്ക് മനസ്സിലായില്ല. പിന്നെ അവളിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഓക്കെ, നമ്മൾ 10th പഠിച്ചാണ്, ആ ബാച്ചിലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി.
അങ്ങനെ അവളിരുന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചു എൻ്റെ അടുത്ത്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാർ ഉണ്ടായിരുന്നു, മനു സർ. അപ്പോൾ ഇവൾ പറഞ്ഞു സാർ ബ്ലഡ് ക്യാൻസർ ആയിട്ട് മരിച്ചു എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി. കാരണം എനിക്ക് അറിഞ്ഞത് പോലും ഇല്ല. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാറിന് പിന്നെ കോൺടാക്ട്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആരുമായിട്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആർക്കും എന്നെ അറിയിക്കാൻ പറ്റാത്തതും. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഷോക്കായിട്ടിരിക്കുക, എന്ത് പറ്റി എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കത് കേട്ടതോട് കൂടി ഞാൻ അന്ന് മുഴുവൻ ഭയങ്കരമായിട്ട് എനിക്ക് വിഷമമായിരുന്നു. എന്തോ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാറാണ്. അപ്പോൾ അവളിങ്ങനെ സാറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അയ്യോ എന്ത് പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് എന്താ പറയുക, എല്ലാവരും അവൽ മിൽക്കൊക്കെ കഴിച്ചു. എന്നിട്ട് ഞാൻ കുറേ സമയം അവിടെ ഇരുന്നു. പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചു കുറേ അവിടെ ഇരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. ബീച്ച് മടുത്തു. പിന്നെ അതും കൂടി കേട്ടപ്പോൾ, സാറിൻ്റെ ഒരു മരണ വാർത്ത കൂടി കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ വിഷമമായി. നമ്മൾ അങ്ങോട്ട് ഇറങ്ങി. അങ്ങനെ പോകുന്ന വഴിയിൽ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ സിസ്റ്റേഴ്സിൻ്റെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അവന്മാർ കിടന്ന് കരയാൻ തുടങ്ങി, ഞങ്ങൾക്ക് വെള്ളത്തിലിറങ്ങണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടാണെങ്കിൽ സിസ്റ്ററുടെ ഹസ്ബൻഡ് എടുത്തിട്ട് പറഞ്ഞു ഓക്കെ എന്നാൽ വെള്ളത്തിലിറങ്ങാമെന്നൊക്കെ പറഞ്ഞ് കൊച്ചിനായിട്ട് അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ അവിടെ ഇരുന്നിട്ട് പയ്യെ കാലൊക്കെ പയ്യെ വെള്ളം നനച്ചു കൊടുത്തോണ്ടിരുന്നു. അവന് കുറച്ച് ഹാപ്പിയായി. അവനിതേ കാണുന്നില്ല, കുറച്ച് സമയം അവൻ അവിടെ കളിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലിരുന്നിട്ട് ഇങ്ങനെ കാഴ്ച കാണാമായിരുന്നു. ഒരു ഭയങ്കര ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം കേട്ടോ. പിന്നെ അനിയത്തിക്ക് ഇതേ കണ്ടോ, ഹസ്ബൻഡ് പൂവൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. എന്തോ പാലപ്പൂവാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ നല്ല അടിപൊളി സ്മെല്ലൊക്കെ ഉള്ളൊരു പൂവായിരുന്നു. പാലപ്പൂവൊന്നുമല്ല, അത് ഏത് പൂവാന്ന് എനിക്കും അറിയില്ല. അങ്ങനെ കുറച്ച് സമയം അവിടെയൊക്കെ കണ്ടിരുന്നു. എന്നിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് വണ്ടി കയറി. അങ്ങനെ വീണ്ടും ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്. സമയം ഒരുപാടായി. പിന്നെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് വേണം അവർക്ക് തിരിച്ച് അവരുടെ വീട്ടിൽ പോകാൻ. അങ്ങനെ ഒരുപാട് ടൈമായി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു. അങ്ങനെ വീടെത്തി. അങ്ങനെ കുട്ടികളൊക്കെ അകത്തേക്ക് കയറി. അപ്പോൾ അവർക്ക് പോയിട്ട് അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വീട്ടിലൊന്നും കയറാൻ നിന്നില്ല. അങ്ങനെ റിവേഴ്സ് എടുത്ത് അങ്ങോട്ട് പോവാണ്. പിന്നെ ഓക്കെ, അപ്പോൾ ഞാനും പോവാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.